മുഅ്മിനിന്റെ അഭിമാനത്തിന് വിലയുണ്ട്. ഒരിക്കലും മറ്റൊരു സഹോദരന്റെ അഭിമാനത്തിൽ നമ്മൾ കളങ്കം വരുത്താൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. ലാ യദ്ലിമുഹു വലാ യുസ്ലിമുഹു, അവർ ഒരിക്കലും പരസ്പരം ഉപദ്രവിക്കുകയില്ല, ആക്രമിക്കുകയില്ല, മറ്റുള്ളവർക്ക് പ്രയാസം എത്തിക്കൂല. വലാ യുസ്ലിമുഹു, തന്റെ സഹോദരനായ മുസ്ലിമിനെ ശത്രുക്കളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യൂല. മൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി, ആരെങ്കിലും മുസ്ലിമായ സഹോദരന്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുത്താൽ കാന അല്ലാഹു ഫീ ഹാജതി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കും. വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ മിൻ കുറബി ദുനിയ ഫറജ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ, ഒരു മുസ്ലിമായ സഹോദരൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രയാസം ആരെങ്കിലും നീക്കിക്കൊടുത്താൽ, ആ ബുദ്ധിമുട്ട് നീക്കിക്കൊടുത്താൽ, ഖിയാമത്ത് നാളിൽ ഇവനിക്കുള്ള പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കും. വമൻ സതറ മുസ്ലിമൻ സതറഹു അല്ലാഹു യൗമൽ ഖിയാമ, ആരെങ്കിലും ഒരു മുസ്ലിമായ സഹോദരന്റെ ന്യൂനതകൾ മറച്ചു വെച്ചാൽ, അവന്റെ അഭിമാനത്തിനെ സംരക്ഷിച്ച് അവന്റെ ന്യൂനതകൾ ആരെങ്കിലും മറച്ചു വെച്ചാൽ, ഇവന്റെ ന്യൂനതകൾ ഖിയാമത്ത് നാളിൽ അല്ലാഹു മറച്ചു വെക്കും. അല്ലാഹു മറച്ചു വെക്കും എന്ന് പറഞ്ഞ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കും. അപ്പം പ്രിയമുള്ളവരെ, നമ്മൾ പരസ്പരം ഒരു ബന്ധമുണ്ട്, നമ്മൾ സഹോദരന്മാരെ. ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ സഹോദര്യത്തിലും ഐക്യത്തിലും ജീവിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. ആ ഒരു ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ഖുതുബയിൽ ഈ ഉമ്മത്തിന് നൽകിയ വലിയൊരു വസിയത്താണത്. മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായിരിക്കണം, അവർ ഭിന്നിക്കരുത്, പരസ്പരം സാഹോദര്യം കാത്തു സൂക്ഷിക്കണം. ഖുർആൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണത്.